പുത്തൻകുരിശിൽ ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യാങ്കളി മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച 30ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ദൃശ്യങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി തന്നെ പേരിട്ട് വിളിക്കുന്ന അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ അക്രമാസക്തമാകുന്നുണ്ടോ ഈ പ്രതിഷേധം? എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കോലഞ്ചേരിയിലേക്ക് പോകുമ്പോഴാണ് പുത്തൻകുരിശിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരാണ് പുത്തൻകുരിശ് ജംഗ്ഷനിലേക്കുള്ള പാതയിൽ ഒരു ജംഗ്ഷൻ ഒരു വളവാണ്. ആ വളവിന്റെ ഭാഗത്ത് നിന്ന് ഈ വണ്ടി എത്തുന്ന സമയത്ത് അവർ റോഡിന് മുന്നിലേക്ക് വന്ന് വലിയ രീതിയിൽ കരിക്കൊടികൾ വീശി മുദ്രാവാക്യം വിളിക്കായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വരുന്നുണ്ടായിരുന്നു. ആ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അപ്പോൾ തന്നെ ഈ കരിങ്കൊടി കാണിച്ചവരുടെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്ത് വരികയായിരുന്നു. ഏതാണ്ട് 30ഓളം വരുന്ന ബൈക്കുകളിലെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. രണ്ട് കൂട്ടരും രണ്ട് ഭാഗത്തായി നേർക്ക് നേർന്നിരുന്ന ഏതാണ്ട് 10 മിനിറ്റോളം വെല്ലുവിളിക്കുകയും കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മുഖ്യമന്ത്രി കോലഞ്ചേരിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് പുത്തൻകുരിശിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് നടന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിലൊന്നാണ്. കാരണം ഇത്രയധികം കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചെത്തി ഈ ഭാഗത്തേത് കരിങ്കൊടി വീശി ഈ വാഹന വ്യൂഹത്തിന് നേരെ വരികയായിരുന്നു. ശക്തമായ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തടുത്തു നിർത്തിക്കൊണ്ട് ഈ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തടുത്തു നിർത്തിക്കൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വരികയായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തത്. ആ സമയത്ത് കല്ലുകളും വടികളും ഒക്കെയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നേരിടാനൊരുങ്ങി. അങ്ങനെ രണ്ടു കൂട്ടരും പരസ്പരം നേർക്ക് നേർ നിന്ന മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം അവിടെ സ്ത്രീകളടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ആ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. രണ്ട് കൂട്ടർക്കും ഇടയിലായി പോലീസ് നിലയുറപ്പിക്കുകയായിരുന്നു. രണ്ട് കൂട്ടരെയും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് പോകാതെ പോലീസ് നിലയുറപ്പിച്ചു നിന്നു. അതിനിടയിൽ കല്ലും വടിയുമൊക്കെയായി പരസ്പരം നേരിടാനൊരുങ്ങി ഒരു കടുത്തൊരു വെല്ലുവിളിയിലേക്കും കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോയി. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പെട്ടെന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പോലീസ് വാഹനത്തിലേക്ക് കസ്റ്റഡിയിലെടുത്ത് നീക്കിയാണ് ഈ പ്രശ്നം ഈ താൽക്കാലികമായി പരിഹരിച്ചത്. അതിനിടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂക്കി വിളിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏതാണ്ട് തിരുവാങ്കുളം മുതൽ ഈ കോലഞ്ചേരി വരെയുള്ള റൂട്ടിൽ അവരും ഒപ്പം ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ വാഹന വ്യൂഹത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചു വന്നവരും കരിങ്കൊടി കാണിച്ചവരും തമ്മിലാണ് പുത്തൻകുരിശിൽ വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന രീതിയിലേക്ക് എത്തിയത്. അപ്പോൾ പോലീസിന്റെ സമയോചിതമായ ഇടപെടലും പോലീസ് ഒരു വലിയ ബലപ്രയോഗം തന്നെ നടത്തിക്കൊണ്ടാണ് രണ്ട് കൂട്ടരും തമ്മിൽ ഒരു തമ്മിലടിയിലേക്ക് പോകാതെ കാര്യങ്ങൾ നോക്കിയത്. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വേഗത്തിൽ തന്നെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റി അവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും ഒരു 10 മിനിറ്റോളം പുത്തൻകുരിശ് ഭാഗത്ത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഇപ്പോൾ അവിടെ ആ സംഘർഷാവസ്ഥ പൂർണ്ണമായിട്ടും അതിന് ശമനം ഉണ്ടായിട്ടുണ്ടോ? ഇനിയിപ്പോൾ സദസ്സ് ഇപ്പോൾ എവിടെയാണ് നടക്കുന്നത്? ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആഹ്വാനം DCCയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ സദസ്സ് എവിടെയാണുള്ളത്?
മുഖ്യമന്ത്രി ഇപ്പോൾ കോലഞ്ചേരിയിൽ കുന്നത്തുനാട് മണ്ഡലത്തിന്റെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ പരിപാടി അവിടെ തുടങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുത്തൻകുരിശിൽ സംഘർഷ സാധ്യത പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട്. കാരണം അവിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് പിന്നാലെ എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരും ഈ കോലഞ്ചേരി ഭാഗത്തേക്ക് പിന്നാലെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുത്തൻകുരിശിൽ ഒരു സംഘർഷ സാധ്യത ഒഴിവായി കഴിഞ്ഞു. പക്ഷേ ഈ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ഇന്നലെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതിന് ആ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇത്ര ശക്തമായൊരു നടപടി പുത്തൻകുരിശിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ തൃപ്പൂണിത്തുറയിലേക്കുള്ള യാത്രാമധ്യേ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനായി യൂത്ത് കോൺഗ്രസ്സുകാർ ഒരുങ്ങിയിരുന്നു. പക്ഷേ അവരെ ഈ വാഹനം എത്തുന്നതിന് ഏതാണ്ട് 20 മിനിറ്റിന് മുമ്പ് തൃപ്പൂണിത്തുറ കിണർ ബസ് സ്റ്റോപ്പ് ഭാഗത്ത് നിന്ന് പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇത്തരത്തിലൊരു സംഘർഷവും ഉണ്ടായില്ല. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം മരടിലും തൃപ്പൂണിത്തുറയിലും പോലീസ് കരുതൽ തടങ്കലിലും പാർപ്പിച്ചിരുന്നു. എന്നാൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് കോലഞ്ചേരിയിലേക്കുള്ള യാത്രാമധ്യയാണ് മുഖ്യമന്ത്രിക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായത്. കരിങ്കൊടിയുമായി നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തിയത്. അവിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ രീതിയിലേക്ക് കാര്യങ്ങളെത്തിയത്. അവിടെ പോലീസിന്റെ സംയോജിതമായ ഇടപെടലും അവർ വലിയ ബലപ്രയോഗവും നടത്തിയാണ് ഈ തമ്മിലടിയുടെ ഒഴിവാക്കിയത്. അതിനിടയിൽ ഇവർ കല്ലും വടിയുമൊക്കെ ഈ പരസ്പരം നേരിടാനായി മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വലിയൊരു സംഘർഷ സാധ്യത തന്നെയായിരുന്നു ആ മേഖലയിൽ ഏതാണ്ട് 10 മിനിറ്റോളം നീണ്ടു നിന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി കോലഞ്ചേരിയിൽ കുന്നത്തുനാട്ടിലെ നവകേരള സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. പുത്തൻകുരിശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുത്തൻകുരിശിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ. പിന്നീട് ഡിവൈഎഫ്ഐയും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങളെത്തി. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 30ഓളം പ്രവർത്തകർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നുള്ള വിവരമാണ് ബിനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബിനിൽ, ഇന്ന് നവകേരള സദസ്സിന് അന്ത്യകൂദാശ നൽകും എന്ന തരത്തിലുള്ള പ്രയോഗവും ആഹ്വാനവും ഒക്കെയാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇനി എത്ര മണിക്കൂർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ് ഇന്ന് എറണാകുളത്ത് തുടരും? ഇന്ന് അവിടെ തന്നെയാകുമോ അതോ ഇന്ന് തന്നെ തിരിക്കുമോ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവസാനത്തെ നവകേരള സദസ്സിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കുന്നത്തുനാട് മണ്ഡലത്തിലെ അവിടെ കോലഞ്ചേരിയിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഈ നവകേരള സദസ്സിന് ശേഷം എറണാകുളത്തേക്കായിരിക്കും, കൊച്ചി നഗരത്തിലേക്കായിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ മടങ്ങി വരിക. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന വഴിയിലും പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം വലിയ രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം ഇന്നലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മണിക്കൂറുകളോളം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തടങ്കൽ വെച്ചതോടുകൂടിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും നവകേരള സദസ്സിന്റെ അവസാന ദിനമാണ് കൊച്ചിയിൽ. ബാക്കിയുള്ള സദസ് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് നടക്കുന്നത്. ഇന്നും ഈ രക്ഷാപ്രവർത്തനത്തിന് സമാനമായിട്ടുള്ള സംഭവം തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച പുത്തൻകുരിശിൽ.